ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം. ഈ വീഡിയോ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭക്തരുടെ സഹായം കൊണ്ടും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും പുതിയ സ്ഥലം. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ വീഡിയോ ആ പുതിയ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ കുരുതി പുഷ്പാഞ്ജലി, കുരുതിയിലേക്ക് ആവാഹിച്ച് പുഷ്പാഞ്ജലി എങ്ങനെയാണ്, മുട്ടിറക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതാറുണ്ട്, സ്റ്റാറ്റസ് ഉണ്ടല്ലോ, വെള്ളിയാഴ്ച കലശം, കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ട് ഇത്ര രൂപ, സാധാരണ മുട്ട് ഇത്ര രൂപ എന്ന്. അപ്പോൾ ഈ കുരുതിയിലേക്ക് ആവാഹിച്ച മുട്ട് എന്ന് പറയുമ്പോൾ 1,001 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ പലർക്കും ഒരു ആഗ്രഹമുണ്ട്. എന്താണ് സമയം ഇത് 1,001 രൂപയുടെ മുട്ട് എന്നൊക്കെ പറഞ്ഞാൽ? 1,001 രൂപയുടെ മുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുതി ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ എടുക്കണം ശരിക്കും, എന്നാലാണത് മനസ്സിലാവുള്ളൂ. ഒരു തളികയിലേക്ക് മഞ്ഞൾ, അതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞുതരാം. മഞ്ഞൾ ചുണ്ണാമ്പും കൂട്ടിയിട്ട് നമ്മളത് മിക്സ് ചെയ്ത് അതിനെ ഒരു രക്തത്തിൻ്റെ കളറിലേക്കുള്ളൊരു ദ്രാവകമാക്കി മാറ്റി അതിലേക്ക് ഒഴിച്ച് അതൊരു നൈവേദ്യമാണ്, സ്വാമിക്ക് അർപ്പിക്കുന്ന നൈവേദ്യം പോലെയാണ്. അതിലേക്ക് നമ്മൾ നൈവേദ്യത്തിലേക്ക് വേണ്ട മുന്തിരി, കൽക്കണ്ടം, തേൻ, ശർക്കര, അവില്, മലര്, കദളിപ്പഴം, ഇതൊക്കെ കൂട്ടിയിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ടുള്ളതിനെയാണ് കുരുതി എന്ന് പറയുന്നത്. ഈ കുരുതിയിലേക്ക് സ്വാമീനെ ഒരു പത്മം ഇട്ടിട്ട്, കുരുതിയുടെ ഉള്ളിലേക്ക് ഒരു പത്മം ഇട്ട് ആ പത്മത്തിലേക്ക് സ്വാമീനെ ആവാഹിച്ച് എന്ത് ചെയ്യണോ, സ്വാമീനെ ആ കുരുതിയിലേക്ക് ഇരുത്തി അതിലേക്ക് നാളികേരം, ലഗ്നം, ആരുടെ പേരിലാണ് നമ്മൾ മുട്ടിറക്കുന്നത്, അവരുടെ ദോഷങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു ലഗ്നത്തിനെ ആവാഹിച്ച് നാളികേരത്തിലേക്ക് ആളുള്ള ശത്രുതപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും ആവാഹിച്ച് ഇറക്കുന്ന മുട്ടാണ് ഈ കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കുക എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഒരു മുട്ട എന്ന് പറയുന്നത് എൻ്റെ സ്വയം എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിന് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർമ്മദുരിതങ്ങളൊക്കെ ഉണ്ട്. കർമ്മദുരിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കർമ്മം ചെയ്തിരുന്നു. അത് ഇത്തിരി പ്രശ്നമുള്ളതാണെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി. അതായത് ആ കർമ്മം ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ കുരുതിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ, അവരുടെ കർമ്മം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം, ഭയങ്കര ഒരു നെക്സ്റ്റ് സ്റ്റെപ്പുള്ള പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കും ഒരു പ്രശ്നം എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും ഒക്കെ ഒരു ഇതായിട്ട് വരുന്നു. അതായത് ഞങ്ങൾക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതും കൂടി ഞാൻ പറയാം. ഇതിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യാണ്, ഒരു വശ്യകർമ്മം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മങ്ങൾ ചെയ്യാണ്, ദോഷകർമ്മങ്ങൾ മാറ്റുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ എതിർഭാഗത്തിരിക്കുന്ന ആൾക്കാരുടെ ശക്തി കൂടിയിട്ടുള്ളവരൊക്കെ ആയിട്ട് പലർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇത് ഇപ്പം ഞാൻ ചെയ്ത കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ബന്ധു തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു ശത്രുപരമായിട്ടുള്ളൊരു നീക്കം നടത്തിയിട്ടുള്ളതാണ്. അത് തെളിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു നൈവേദ്യ പൂജയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഈ അമാവാസിക്കാണ് ഞാൻ പൂജ നടത്തിയത്. ഈ അമാവാസിക്ക് ആ പൂജ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആ ശത്രു, അത് അറിയാലോ, നമ്മളൊരാളെ തല്ലാൻ ചെല്ലുമ്പോൾ അവരും പ്രതികരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ പൂജ നടത്തിയതിൻ്റെ എഫക്റ്റാണ് ആ കണ്ടത്. അതായത് നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ ലോകമാണെന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. വിശ്വസിക്കാത്തവരെ സംബന്ധിച്ച് ഇതൊക്കെ തമാശയാണ്, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും രീതിയിലൊക്കെ പല രീതിയിലും അതിന് മാനദണ്ഡങ്ങളായിട്ട് പറയാൻ പറ്റും. ഇത് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ്. അതായത് ഞാൻ കണ്ടിരുന്നു അവരുടെ ഭാര്യ മാതാവാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അത് ഞാൻ അവരോട് വരുമ്പോൾ തന്നെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, അവർ ഒരു വിഷ്ണുമായുടെ അടുത്ത് മറ്റുള്ളടത്തൊക്കെ പോകുന്ന സ്ത്രീയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് അതിന് മുൻപല്ല, ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഇത്തിരി നന്നായിട്ട് കടുത്ത കൈകളൊക്കെ ചെയ്യുന്നൊരു സ്ത്രീയാണ്, ഒത്തിരി പ്രായമായ സ്ത്രീയും അറിവുള്ള സ്ത്രീയാണ്. അവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് കരിങ്കുട്ടി സ്വാമിയാണ്. അതായത് ഏറ്റവും വലിയ മൂർത്തി, ശനിയിലായാലും
ശനി ഭഗവാന്മാരുടെ ശാസ്താക്കളുടെ ഇതിലായാലും എവിടെ നോക്കിയാലും കരിങ്കുട്ടി സ്വാമിയുടെ മുകളിൽ വേറെ ആരും ഇല്ല. പിന്നെ മഹേശ്വരൻ മാത്രമല്ല, മഹേശ്വരി പണിക്ക് നിൽക്കുന്ന ആളല്ല, മനസ്സിലായ. അപ്പോൾ കരിങ്കുട്ടി സ്വാമിയുടെ അടുത്താണ് ആ ഒരു കാര്യത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ കരിങ്കുട്ടി സ്വാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിവേദ്യാർപ്പണം നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത വഴിക്ക് തന്നെ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ എഫക്റ്റ് ശരിക്കും എന്നെ ബാധിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇന്നലെ അവരോടും ചോദിച്ചു അവർക്ക് എന്താണ് എഫക്റ്റ്, നിങ്ങൾക്ക് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഞാൻ ചോദിക്കും 2 ദിവസം കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ എഫക്റ്റ്, നിങ്ങൾക്ക് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അത് ചെയ്തിട്ട് ഗുണം ഉണ്ടായോ അല്ലെങ്കിൽ ദോഷം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും. ഇവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ ഫാമിലിയിൽ 2 പേരോടാണ് ചോദിച്ചത്. 2 പേർക്കും അതിൻ്റെ എഫക്റ്റ് കാണിച്ചിട്ടുണ്ട്. അവർക്ക് ദോഷഫലങ്ങളാണ് കാണിച്ചിരുന്നത്. അവർക്ക് ആകെ നെഗറ്റീവ് എനർജി ഫീൽ, അതായത് കൊണ്ടകാഴ്ചനെ കൊണ്ടുപോയി പോകുന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ശത്രു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതാണ്. ഇതെനിക്കിവിടെ ആദ്യം കാണിച്ചു. ആ കാണിച്ചിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സംഗതി വെള്ളിയാഴ്ചയാണ് ഇവിടെ കർമ്മം നടത്താറ്. ഇത് കുരുതിക്ക് മുട്ടറക്കലൊക്കെ രാത്രിയാണ്. ഞാൻ ഇന്നലെയും ഒന്ന് ക്ഷമിച്ചു നോക്കി, പറ്റുന്നില്ല. അപ്പം ഇന്ന് കാലത്ത് തന്നെ ഞാൻ കുരുതി മുട്ടിറക്കി. ഇന്ന് വെള്ളിയാഴ്ചയാണ്, വൈകിട്ടാണ് മുട്ടിറക്കുക. അതുവരെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടാവും. എന്നാൽ ഒരുപാട് പണികളുള്ളതാണ്. ഇന്ന് കലശുള്ള ദിവസമാണ്. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്, കുറേ സാധനങ്ങൾ ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് കുറേ പേരുടെ മുട്ടിറക്കാണ്ട്, ഇതിനൊക്കെ ഞാൻ സ്റ്റേബിൾ ആവണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കാലത്ത് തന്നെ ഞാൻ മുട്ടിറക്കി. ആ മുട്ടിറക്കിയ വീഡിയോയും കൂടി ഞാൻ കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കിയിട്ടുള്ള വീഡിയോയും കൂടി ഉണ്ട്. സത്യം പറയാമല്ലോ, വിശ്വാസത്തിൻ്റെ ലോകം എന്ന് പറയണ പോലെ ആ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ ആ ഒരു ഇത് കിട്ടിയത്. ആ മുട്ടിറക്കിയതിന് ശേഷമാണ്. അത് ഭയങ്കരമായിട്ട് ബാധിച്ചു തന്നെ. ഞാനത് അന്ന് പറഞ്ഞു. എൻ്റെ അനിയനാണ് ഇവിടെ കർമ്മകനായിട്ട് സഹായിക്കാനൊക്കെ വരുന്നത്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചേട്ടാ അത് അവരുടെ ആ ഒരു ഇത് അല്ലേ, നമുക്കത് നോക്കാം. ഈ കർമ്മ ദുരിതങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറേ സംസാരിച്ച് സമയം കിട്ടിയിട്ട് കാര്യമില്ല, ഇത് മുഴുവൻ കേൾക്കാനായിട്ട് എല്ലാവരും ഇരിക്കണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാം. അതായത് കർമ്മ ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദോഷമായിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അതാദ്യം സ്വീകരിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങളുടെ ദോഷഫലങ്ങളെ സ്വീകരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ജപത്തിലൂടെ സ്വാമിയിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ കാര്യമാണ് കേട്ടോ. ലാലൂര് ദേവസ്ഥാനത്ത് ഞാൻ എൻ്റെ ഉപാസനമൂർത്തികളെടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയണത്. പലർക്കും ഇനി ഇത് പറയുമ്പോൾ പലർക്കും ഞങ്ങളിങ്ങനെയല്ല ചെയ്യണം മറ്റേതാണ് അങ്ങനെയൊന്നും പറഞ്ഞ് വരാൻ നിൽക്കണ്ട. പലയിടത്തും പല രീതികളാണ്. ഗുരുനാഥന്മാരാണ് ഇതിൻ്റെ പ്രധാനം. ഞാൻ പഠിച്ചിട്ടുള്ള ശൈലിയാണ് ഞാൻ ചെയ്യണത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ മുഴുവൻ ഞാനാണ് ആദ്യം വാങ്ങിക്കുന്നത്. ഞാൻ വാങ്ങിയിട്ട് അത് സ്വാമിയിലേക്ക് അർപ്പിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായ? അങ്ങനെയാണ് ഇതിൻ്റെ കർമ്മത്തിൻ്റെ രീതി. ആ കർമ്മത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് നാളത്തെ ജപത്തിലൊക്കെ ചെറിയൊരു വീഴ്ച എനിക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്കും മാത്രമൊന്നല്ല വരാറ്, എനിക്കും വീഴ്ച വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. ഈ ചിന്തകൾ മുഴുവൻ പണിയിലേക്ക് ആ പണി എന്താവും, അതങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ജപമാണ് പ്രധാനം. ജപം കൃത്യമായിട്ട് ചെയ്തില്ലേ പണി 1.5 പണി കിട്ടും. അതൊക്കെ ഒരുപാട് തവണ കിട്ടാറുണ്ട്. അതൊക്കെ സ്വാമിയുടെ അടുത്ത് ലാലൂർ ദേവസ്ഥാനമേ അഭയം കരിനീയമ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാലൂർ ദേവസ്ഥാനമേ അഭയം. ചോദിച്ചു സ്വാമി ഒരു അവൈലബിലിറ്റി ഇല്ലല്ലോ എന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട്. ഇതാണെന്ന് നമുക്ക് പറയാണ്ടില്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ആ കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കുന്നത് നമ്മുടെ ശത്രുദോഷങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കുരുതിയിലേക്ക് ആവാഹിച്ചുള്ള മുട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ സത്യമാണ്, അല്ലാത്തവരെ സംബന്ധിച്ച് നെഗറ്റീവും പോസിറ്റീവാണ്. രണ്ടായാലും ഒന്ന് തന്നെ. ചെകുത്താനും പിശാചും പഠിച്ചവരെ വിദ്യാഭ്യാസമുള്ളവർ അത് നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയണം. നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവിനെ കുടിയിരുത്തിയാൽ അവിടെ ചൈതന്യം വരും, സംതൃപ്തി വരും, സമാധാനം വരും, സമ്പത്ത് വരും, ഐശ്വര്യം വരും. ഇതൊക്കെ തന്നെയാണ് ഞാനും പറയണുള്ളൂ. ചെകുത്താനെ, നിങ്ങളുടെ ഉള്ളിലത്തെ ചെകുത്താനെ മാറ്റി എന്ത് ചെയ്യുക? ഭഗവാനെ കുടിയിരുത്തുക. അതേത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഭഗവാനായിക്കോട്ടെ ആ ഭഗവാന്റെ ജപവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ജാതകം മാറ്റി എഴുതാനൊന്നും പറ്റില്ലല്ലോ. തല്ലാൻ വരുന്നവൻ തലോടി പോകുന്ന രീതിയിലാക്കാൻ ജപത്തിന് സാധിക്കും 101%.
എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.